ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ഇൻസ്റ്റാഗ്രാം. അപ്പോൾ ഈ പറഞ്ഞ കുറച്ച് എനിക്കിഷ്ടമുള്ള കുറച്ച് ആർട്ടിസ്റ്റുകളുണ്ട്. സൂര്യ, വിജയ്, പിന്നെ അല്ലു അർജുൻ, രാം ചരൺ തേജ, മഹേഷ് ബാബു. ഇപ്പോൾ മഹേഷ് ബാബു, രാം ചരൺ തേജ അങ്ങനെയുള്ള കുറേ ആർട്ടിസ്റ്റുകൾ നല്ല മോട്ടീവായിട്ടുള്ള ഫിലിമുകളും ബിസിനസ് ഫിലിംസുമാണ് ചെയ്യുന്നത്. അപ്പോൾ ഇവർ ഇനിയിപ്പോൾ മുംബൈയിലാണെങ്കിൽ ശരി, ഇപ്പോൾ ഹൈദരാബാദാണെങ്കിൽ ശരി, ചെന്നൈയിലാണെങ്കിൽ ശരി, അപ്പോൾ അവർക്കൊക്കെ ഒരു ഹായ് അത്ര തന്നെ. അതിപ്പോൾ അവരെവിടെ വന്നാണെങ്കിലും കാണും. ഇപ്പോൾ സൂര്യ സാറാണെങ്കിൽ ശരി, ഞാനിപ്പോൾ ഇനിയിപ്പോൾ അപ്കമിങ് എന്തായാലും അവരെ മീറ്റ് ചെയ്യാം. പിന്നെ എന്താ പറയുക, അത്രേ ഉള്ളൂ. അപ്പോൾ മാക്സിമം എനിക്ക് എൻ്റേതായ ഷെയർ ഓഫ് ക്യാപിറ്റലും എൻ്റെ അവകാശപ്പെട്ട എല്ലാ കാര്യങ്ങളും എനിക്ക് വിട്ടു തരണം. ബിസിനസ്സിലാണെങ്കിൽ ശരി, എന്തിലാണെങ്കിൽ ശരി. അപ്പോൾ അതും ആർട്ടിസ്റ്റും കൂടി കേൾക്കാൻ വേണ്ടിയിട്ടാണ് പറയണത്. അപ്പോൾ മനസ്സിലായോ? ഞാൻ ഓൾറെഡി സൂര്യ സാറിൻ്റെ അടുത്ത് ഞാൻ ഡീൽ ചെയ്തിട്ടുണ്ടായിരുന്നു നേരത്തെ. ഞാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങളായിട്ടുള്ള വെഹിക്കിൾസ് എനിക്ക് വിട്ടു തരണം. ഇനിയിപ്പോൾ സാർക്ക് ഓക്കെ ആണെങ്കിൽ കൂടി ട്രെയിനിലേ വിട്ടാക്കിയാൽ മതി. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ ചെന്നൈയിൽ നിന്ന് പുതിയ വെഹിക്കിൾസ് വരുമ്പോൾ അവിടുന്ന് രജിസ്ട്രേഷൻ കഴിയാണ്ട് നേരെ നമുക്ക് ട്രെയിനിൽ തന്നെ കൊണ്ടുവരാമല്ലോ വെഹിക്കിൾസ്. അങ്ങനെയാണെങ്കിൽ അങ്ങനെ, അല്ലെങ്കിൽ പിന്നെ ലോറിയിലാണെങ്കിൽ ലോറിയിൽ കൊണ്ടുവരേണ്ടി വരും. അങ്ങനെയൊക്കെയാണ് ഇത്. അപ്പം ഞാൻ ഓൾറെഡി സൂര്യ സാറിൻ്റെ അടുത്ത് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ കാര്യം. വെഹിക്കിൾസ് എനിക്ക് വേണം, എൻ്റെ ഫിലിം ഇനി അപ്കമിങ് വരുന്ന ആർട്ടിസ്റ്റും ബിസിനസ്മാനും കൂടിയാണ് ഞാൻ. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള എല്ലാ ഹെൽപ്പും ചെയ്യണം. കൂടെ ഇതിൻ്റെ പുതിയതെന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല, ഞാൻ സ്കൂളിൽ പഠിക്കുമ്പോൾ മുതൽ ഇതിൻ്റെ ക്യാരക്ടർ വേർഷനാണ്, ഇതിൻ്റെ ബിസിനസ്സിൻ്റെ പങ്കാളി കൂടിയാണ്. അപ്പോൾ അതിൻ്റെ പെർസെൻറ്റേജ് ഓഫ് ഷെയറാണ് ഞാൻ ഇപ്പോൾ ചോദിക്കുന്നത്. അത്ര തന്നെ. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ മറ്റുള്ള ഇടനിലക്കാർ അതിലേക്ക് കയറിയിട്ട് ഇടപെടേണ്ട ആവശ്യമില്ല. അത് പ്രൊഡ്യൂസേഴ്സിൻ്റെ അടുത്തും കൂടിയിട്ടാണ് ഡീൽ ചെയ്തത്. അപ്പോൾ ഫസ്റ്റ് വീഡിയോ ഞാൻ അത് ഇട്ടിട്ടുണ്ട് നേരത്തെ. അപ്പോൾ പ്രൊഡ്യൂസേഴ്സിൻ്റെ അടുത്തും കൂടിയാണ് പറയാനുള്ളത്. ഓക്കെ, അപ്പോൾ അപ്കമിങ് വരുന്ന എല്ലാ ഫിലിം വർക്കിലും പാർട്ടിസിപ്പേറ്റ് ചെയ്യുക. പിന്നെ അതേമാതിരി സ്വന്തമായിട്ടുള്ള പുതിയ ഫിലിംസ് ക്രിയേഷൻ ചെയ്യുക. അതേമാതിരി സേഫായിട്ട് ക്രിയേഷൻ ചെയ്യുക. അതിന് വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ ആർട്ടിസ്റ്റും പിന്നെ അതേമാതിരി അതിന് ഒത്ത ഡയറക്ടറും കൂടി ആയിട്ടാണ് ഞാനിപ്പോൾ ഫിലിം ഇൻഡസ്ട്രിയിൽ വരുന്നത്. അതിന് മുമ്പായിട്ടുള്ള കുറേ കാര്യങ്ങൾ ഡീൽ ചെയ്തിട്ട് വേണം എനിക്ക് ഇവിടെ എത്തണമെങ്കിൽ. അത്ര തന്നെ. ഞാൻ എന്തായാലും ഹാപ്പി ആയിട്ട് തന്നെയാണ് പോകുന്നത്. ഒരാളിനും ഇറിറ്റേറ്റ് ചെയ്യാനോ ഇതാകാനോ അറിയില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കറിയാം ഞാൻ ഓൾറെഡി ഒരു ക്യാരക്ടർ വേർഷനായിട്ടാണ് ഫിലിമിലേക്ക് വരുന്നത്. ഓക്കെ, ഡൺ.